بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الكريم ونبيه الأمين محمد وعلى آله وصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا. أما بعد. അപ്പോൾ പേജ് നമ്പർ 527 സൂറത്ത് അൻ-നജ്ം 38 ആയത്തുകൾ എടുത്തുപോയി. 39ാമത്തെ ആയത്ത് മുതലാണ് എടുക്കാനുള്ളത്. പേജ് നമ്പർ 527 സൂറത്ത് നജ്ം ആയത്ത് നമ്പർ 39 മുതൽ. റെഡി ആയാൽ പറഞ്ഞോളൂ. ആയോ? നമ്മൾ തുടങ്ങാം. 35ാമത്തെ ആയത്ത് മുതൽ ഓതണം. അഴിന്തഹു എന്ന് തുടങ്ങാം. മുതലേ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅഇൻദഹു ഇൽമുൽ ഗൈബി ഫഹുവ യറാ അം ലം യുനബ്ബഅ ബിമാ ഫീ സുഹഫി മൂസാ وإبراهيم الذي وفى ألا تزر وازرة وزر أخرى وأن ليس للإنسان إلا ما سعى وأن سعيه سوف يرى ثم يجزاه الجزاء الأوفى وأن إلى ربك المنتهى وأنه هو أضحك فأبكى وأنه هو أمات وأحيا وأنه خلق الزوجين الذكر والأنثى من نطفة إذا تمنى وأن عليه النشأة الأخرى وأنه هو أغنى وأقنى وأنه هو رب الشعرى وأنه أهلك عادا الأولى وثمود فما أبقى وقوم نوح من قبل إنهم كانوا هم أظلم وأطغى والمؤتفكة أهوى فغشاها ما غشى فبأي آلاء ربك تتمارى هذا نذير من النذر الأولى أزفت الآزفة ليس لها من دون الله كاشفة أفمن هذا الحديث تعجبون وتضحكون فلا تبكون وأنتم سامدون فاسجدوا لله واعبدوا. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ എന്നതാണ്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ അടിത്തറ നിലനിൽക്കുന്നത് ആ ആയത്തിന്റെ ആശയത്തിലാണ്. ഇതര മതവിശ്വാസങ്ങളും ഇസ്ലാമും തമ്മിലുള്ള കാതലായ വ്യത്യാസവും അത് തന്നെയാണ്. ഞാൻ ചെയ്ത പാപം ഞാനത് ആരോടെങ്കിലും ഏറ്റു പറയുന്നതോടുകൂടി ആ പാപം എന്നിൽ നിന്ന് ഇല്ലാതാവുകയും
ഞാൻ ആരോടാണോ ഏറ്റുപറയുന്നത് അയാളത് ഏറ്റെടുക്കുകയും എന്നിട്ട് കർത്താവിലേക്ക് അത് ഉയർത്തുകയും കർത്താവ് അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നതാണ് കുംഭസാര രഹസ്യത്തിന്റെ മർമ്മം. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ ഞാൻ മുജ്ജന്മത്തിൽ ചെയ്ത ദുഷ്കൃത്യങ്ങളുടെ ഫലമാണ് എന്നതാണ് മറ്റൊരു വിശ്വാസം. ഞാൻ ചെയ്ത പാപങ്ങൾ പരിഹരിക്കാൻ പ്രപഞ്ച സംവിധായകനായ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ ചില ആളുകളെ തൃപ്തിപ്പെടുത്തിയാലും അവരെ പ്രീതിപ്പെടുത്തിയാലും മതിയാകും എന്നതാണ് മൂന്നാമതൊരു വിശ്വാസം. യഥാർത്ഥത്തിൽ ഈ മൂന്ന് വിശ്വാസവും ശിർക്കാണ്. പാപം പൊറുക്കാൻ അല്ലാഹുവല്ലാതെ മറ്റൊരാളില്ല. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ് അതിന്റെ ഉത്തരം. അല്ലാഹുവല്ലാതെ പാപം പൊറുക്കാൻ ആരുണ്ട്? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കതീറൻ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലേ? നമ്മുടെ 5 നേരത്തെ പ്രാർത്ഥനയാണത്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കതീറൻ. ഞാൻ ഒരുപാട് പാപങ്ങൾ, തെറ്റുകൾ, അക്രമങ്ങൾ, വീഴ്ചകൾ എനിക്കുണ്ടായിട്ടുണ്ട്. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. നീയല്ലാതെ പടച്ചവനെ അതൊന്നും പൊറുക്കുന്ന ഒരു ശക്തിയും ഒരു വ്യക്തിയും ഒരു കേന്ദ്രവും ഇല്ല. അതുകൊണ്ട് ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക്. നീ എനിക്ക് നിന്റെ മാത്രം ഉടമസ്ഥതയിലും അധികാരത്തിൽപ്പെട്ട ആ പാപമോചനം എനിക്ക് നൽകണം. അല്ലേ? അത് ഇന്നലെ തുടങ്ങിയതല്ല. ലോകത്ത് ആദ്യം സംഭവിച്ച പാപത്തിന് മനുഷ്യൻ ഏറ്റുപറഞ്ഞതും അത് തന്നെയാണ്. ഖാലാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബേ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, അക്രമം ചെയ്തു പോയി. നീ മാപ്പാക്കി തന്നിട്ടില്ലെങ്കിൽ വേറെ ആരുമില്ല, ഞങ്ങൾ കഷ്ടത്തിലായി പോകും, പരാജയത്തിലായി പോകും. അത് ആദം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. അല്ലേ? അത് തന്നെയാണ് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ആഴക്കടലിൽ വെച്ച് പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒക്കെ റബ്ബിനോടാണ്. വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകളൊക്കെ അല്ലാഹുമ്മ, റബ്ബി, റബ്ബന, സുബ്ഹാനക എന്നിങ്ങനെ അള്ളാഹുവോട് മാത്രമാണ്. ആ വിശ്വാസത്തിൽ എവിടെയെങ്കിലും തകരാറ് സംഭവിച്ചാൽ നമ്മൾ ആവേണ്ടത് എങ്ങനെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ. ഹൃദയംഗമായി, നിഷ്കളങ്കമായി, ആത്മാർത്ഥമായി എന്നെ മാത്രം ആരാധിക്കാനാണ് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ളത്. അതെങ്ങനെയാവണം? ഹുനഫാഅ, എനിക്കും അവനും ഇടയിൽ യാതൊരു വിധത്തിലുള്ള ഇടയാളനുമില്ലാതെ നേർക്ക് നേരെ. പള്ളിദർശിലർത്ഥം തനിച്ചവനായി എന്നാണ്. ഞാനും എൻ്റെ റബ്ബും മാത്രം, അതിനിടയിൽ ആരില്ല. ഒരു ശക്തിയും വ്യക്തിയുമില്ലാതെ അവനെ ആരാധിക്കാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലേ? ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു. ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. വബിദാലിക ഉമിർതു, അതാണ് എനിക്കുള്ള കൽപ്പന. വ അന മിനൽ മുസ്ലിമീൻ, അങ്ങനെ കൽപ്പിക്കപ്പെട്ടത് അനുസരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് ഞാൻ എന്ന് 5 നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ഇതിന് വ്യത്യാസം വന്നാൽ ഹുനഫാഅ ലില്ലാഹി ഗൈറ മുശ്രിക്കീന ബിഹി എന്ന് ഖുർആൻ പറഞ്ഞിട്ട് സൂറത്ത് ഹജ്ജിൽ പറഞ്ഞിട്ട് അല്ലാഹു പറയാ, വമൻ യുശ്രിക് ബില്ലാഹി. ഈ അടിസ്ഥാന വിശ്വാസത്തിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച, ഒരു പതർച്ച വന്നിട്ട് ഒരാളിൽ ഒരു ശിർക്ക് സംഭവിച്ചാൽ
ഫകഅന്നമാ ഖറ മിനസ്സമാഅ, കയറു പൊട്ടിയ പട്ടം ആകാശത്ത് നിന്ന് വീഴുന്ന ഒരവസ്ഥയാണ് പിന്നീട് ഉണ്ടാവുക. ഫതഖ്തഫുഹു ത്വയ്ർ, ആ പട്ടത്തെ ഏതു പക്ഷിക്കും കൊത്തിപ്പറക്കാം. ഇസ്ലാമാകുന്ന ഈ അത്യുന്നത സംസ്കാരത്തിന്റെ സംസ്കൃതിയുടെ വക്താക്കളിൽ പ്രയോക്താക്കളിൽ പലരെയും ഓരോ പ്രാവുകൾ കൊത്തിപ്പോകുന്നത്, കഴുകന്മാർ കൊത്തിപ്പോകുന്നത് നമ്മൾ കാണുകയാണ് അല്ലേ? നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും നല്ലൊരു വിഭാഗം ഇതുപോലെ കൊത്തപ്പെട്ട് റാഞ്ചപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് നൂറെ ഹബീബായും മജ്ലിസുന്നൂറായും മറ്റു ദിക്റുകളും ദുആകളും ഖബർ സിയാറത്തുകളായും പുണ്യവാന്മാരായും പുണ്യപുഷ്പങ്ങളായും പുണ്യവള്ളികളായും പുണ്യമരങ്ങളായും പുണ്യകല്ലുകളായും പുണ്യശിലകളായും നാട്ടുകൽ വലിയുള്ളയാണ് അല്ലേ? 3 ഉമ്മ വെച്ച ബീവിയാണ്. പിന്നെ ഉമ്മ 12 വെച്ചിട്ടുണ്ട്, എത്ര വലിയ ബീവിയാവും എന്ന് ചോദിച്ചാൽ അത് വഹാബികളോട് പറഞ്ഞ അങ്ങനെ തന്നെ മറുപടി നൽകി. കണ്ണൂരിൽ പാപ്പിനിശ്ശേരി വഴിക്കാണ്ട് കയറുമ്പഴേ പാപ്പിനിശ്ശേരിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് 3 ഉമ്മ പെറ്റ ബീവി, 3 ഉമ്മ പെറ്റ ജാറം, 3 വെറ്റുമ്മ ജാറം, 3 ഉമ്മ പെറ്റല്ല, 3 വെറ്റുമ്മ ജാറം, 3 വെറ്റുമ്മ ബീവി. അപ്പൊ എന്താ അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് പറയാൻ പറ്റാ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഇന്ത്യം വേണമല്ലോ, ഇതിന്റെ 4 ഇരട്ടി പവറുള്ള മാവലിയ പാപ്പയാണല്ലോ 12 വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ് കാര്യങ്ങൾ, ചോദ്യങ്ങളും പറച്ചിലൊന്നുമില്ല. അവൻ വീട് പോയവനെ പോലെയാണ്, മിനസ്സമാ, ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ് അവൻ. ഫതഖ്തഫുഹു ത്വയ്ർ, ആര് വിളിച്ചാലും അതിന്റെ പിന്നാലെ പോകും. അവിടെ കൂടല്ലോ മുകളിൽ കുറവോ? ബാബു സൗണ്ട് കുറവാണല്ലോ അവിടെ. എന്താ ഞാൻ ചെയ്തത്? സൗണ്ട് കുറവാണ്. ഈ ബോക്സിന് എതിരോ ഒന്നിന് കണക്ഷൻ ഇല്ല. അത് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേറെ വല്ലതുണ്ടോ? താഴത്ത് കേൾക്കുന്നുണ്ടതാണ്. എന്തായാലും നിങ്ങൾക്ക് ഇവിടുന്ന് കേൾക്കുന്നുണ്ടല്ലോ. എനിക്കാണ് ഭയങ്കര സൗണ്ട് ഇവിടെ ഉണ്ടതാണ്. ഫതഖ്തഫുഹു ത്വയ്ർ, അവനെ പക്ഷി കൊത്തിപ്പറക്കുന്ന അവസ്ഥയുണ്ടാകും. ആര് ഏത് കണി വെച്ചാലും അതിലൊക്കെ വീടുടയുന്ന ഒരേ ഒരു സമുദായം മുസ്ലിം ഉമ്മത്താണ്. അവർ അള്ളാനെ കൈവടിഞ്ഞതാണ് അവരുടെ കാര്യം, അവരുടെ പ്രശ്നം. ഔ തഹ്വീബിഹി റീഹു ഫീ മകാനിൻ സഹീഖ, അല്ലെങ്കിൽ കാറ്റെടുത്ത് പറന്ന് ഏതെങ്കിലും വലിയ പടുകുഴിയിൽ അവൻ പോയി വീഴുകയും ചെയ്തേക്കാം. എവിടുന്ന് വിട്ടാല് പടച്ചോന്റെ അടുത്തുനിന്ന് വിട്ടാല് അല്ലേ? നമ്മൾ നോക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോ പറയണെന്താ? അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. ആർക്കാണ് അതിന്റെ സ്തുതി? അല്ലാഹ്ക്കാണ്. രാത്രി കിടക്കുമ്പോ പറയണത് ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യാദോ അഹ്യാവ അമൂതുന, അതും അല്ലാഹ്ക്കാണ് അല്ലേ? ബിസ്മിക റബ്ബി വളഅതു ജംബി, അതാണ്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വലതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഹ്തു ളുഹ്രി ഇലൈക, എല്ലാം അല്ലാഹ്ക്കാണ്. ലാ മൽജഅ വലാ മൻജാ, അല്ലാഹുവേ ഒരു അഭയകേന്ദ്രമില്ല, ഒരു രക്ഷാകേന്ദ്രവുമില്ല. മിൻക, നിന്നിൽ നിന്ന്, ഇല്ലാ ഇലൈക, നിന്നിലേക്കല്ലാതെ. ഇപ്പൊ രാത്രി നേരം വെളുക്കുന്നത് ഇതുകൊണ്ടാണ്, വൈകുന്നേരം ആകുന്നത് ഇതുകൊണ്ടാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ പറയേണ്ടത് എന്താ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞിട്ട് ജാറത്തൊക്കെ പോണതേ അല്ലേ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞ് ഇറക്കിടത് എടുക്ക ജാറത്തൊക്ക. വണ്ടി കേറുമ്പോ എന്താ പറഞ്ഞു? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ
വൈന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് പറഞ്ഞിട്ട് ആ വണ്ടി പോണത് കൊടുക്ക അല്ലേ? നേർച്ചച്ചോറ് വയ്ക്കുമ്പോ ചെല്ലണത് എന്താ? ബിസ്മില്ലാന്ന. അള്ളാഹ്ക്കല്ലാതെ ബാക്കിയുള്ളവർക്ക് വേണ്ടി അറക്കുമ്പോ ചെല്ലണത് എന്താ? ബിസ്മില്ലാന്ന. സൂറത്ത് അൻആമിൽ അല്ലാഹ് പറയേ, മനുഷ്യന്മാരിൽ ചിലരുണ്ട്, അവര് അള്ളാനെ പോലെ അള്ളാനല്ലാത്ത വേറെല്ലാ ആൾക്കാരെയും വിചാരിക്കുന്നുണ്ട്. ചിലർക്ക് അള്ളാനെക്കാളും പേടി മറ്റുള്ളവരെയാണ്. അവർ അള്ളാഹ്ക്കും നേർച്ചയാക്കും, മറ്റുള്ളവർക്കും നേർച്ചയാക്കും. ചിലപ്പോ അള്ളാഹ്ക്ക് വെച്ച നേർച്ച ബാക്കിയുള്ളവർക്ക് കൊടുത്തു എന്ന് വരും. പക്ഷെ ബാക്കിയുള്ളവർക്ക് കൊടുത്ത് വെച്ച നേർച്ച അള്ളാഹ്ക്ക് അവർ കൊടുക്കൂല. എന്നാലും അള്ളാനെല്ലാവർക്ക് ഇതിനേക്കാളും പേടി മറ്റവരെയാണ്. അട്ടീമും ഈ കൂട്ടത്തിലുണ്ട്. എന്തപ്പം നമ്മൾ പറഞ്ഞിരുന്നത്? നിങ്ങൾക്ക് പൊടിയിട്ടില്ല ഈ സമുദായം പോണ പോക്ക കൊടുക്കാതെ. ഈ സമുദായത്തിന്റെ പ്രാർത്ഥനകളിൽ എവിടെയും ഒരു തരിമ്പും അള്ളാനോടല്ലാതെ വേറെ ആരോടും ഇല്ല, അല്ലേ? ഈ സമുദായം രാവിലെ കേട്ടുണരുന്നത് എന്താണ്? അല്ലാഹു അക്ബറാണ്. ഈ സമുദായം രാത്രി അവസാനം കേൾക്കുന്നത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പള്ളി വിനാരത്തുനിന്ന് സുബഹി ബാങ്കിന്റെ ആദ്യത്തെ പദവും ഇശാ ബാങ്കിന്റെ അവസാനത്തെ പദവും, അല്ലേ? രാവിലെ ഉണരുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഭക്ഷണം കഴിച്ചാലും കഴിക്കുമ്പോഴും കക്കൂസി പോയാലും പോയി വരുമ്പോഴും പള്ളി അവിടെ നിൽക്കട്ടെ. പള്ളി പിന്നെ ഇബാദത്തുള്ള സ്ഥലമാണല്ലോ. ബാക്കിയുള്ള സ്ഥലത്തുകളൊന്നും പറഞ്ഞാണി അല്ലാഹല്ലാതെ വേറെ എന്താ നമുക്കുള്ളത്? ഒന്നുമില്ല. അതാണ് നമ്മളുടെ നിലപാടിന്റെ അടിത്തറ. അതാണ് നമ്മളുടെ വേറിട്ട വ്യത്യാസം. ആ വ്യത്യാസത്തിന് കളങ്കം വരുമ്പോഴാണ് ഈ സമുദായത്തിന് അധപ്പതനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കിതാബിലുണ്ട്, മൂസ അലൈഹിസ്സലാം ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ. അതാണ് നമ്മൾ പറഞ്ഞത്. അത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് കൊടുക്കുന്ന അർത്ഥം എന്താണെന്നറിയുന്നത്? അത് വല്ലാത്തൊരു സംഗതിയാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്താണെന്നറിയോ? അപ്പോഴത് ശരിയാവാം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പേരിൽ തന്നെ ഞാൻ ശാഫിഈ മദ്ഹബുകാരനാണെന്ന് പറഞ്ഞാളാണ്. ഹാഫിൽ അബുൽ ഫിദ ഇസ്മായിൽ ഇബ്നു കസീർ അൽ ഖുറശി അദ്ദിമശ്ഖി അശാഫിഈ എന്ന അദ്ദേഹത്തിന്റെ പേര്. ഹാഫിൽ ഇമാദുദ്ദീൻ അബുൽ ഫിദ ഇസ്മായിൽ ഇബ്നു കസീർ അൽ ഖുറശി അദ്ദിമശ്ഖി അശാഫിഈ. ശാഫിഈ മദ്ഹബിലെ എണ്ണപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അവലംബിക്കാൻ കഴിയുന്ന തഫ്സീറുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ തഫ്സീർ ഇബ്നു കസീറാണ്. അദ്ദേഹം ഈ ആയത്ത് അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പറയണത് അറിയാം. കുല്ലു നഫ്സിൻ അതിന്റെ മുമ്പത്തെ ആയത്ത് ആദ്യം നമ്മൾ പറയണം. എന്തറിയോ? അതിന്റെ മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട് കുല്ലു നഫ്സിൻ അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ. കുല്ലു നഫ്സിൻ ളലമത് നഫ്സഹാ ബികുഫ്രിൻ ഔ ശൈഇൻ മിനദ് ദുനൂബി ഫഇന്നമാ അലൈഹാ വിസ്റുഹാ ലാ യഹ്മിലുഹാ അൻഹു അഹദുൻ. ഇതിനർത്ഥം അതായത് കുല്ലു നഫ്സിൻ ളലമത് നഫ്സഹാ ബികുഫ്രിൻ ഔ ശൈഇൻ മിനദ് ദുനൂബ്. കുഫർ സംഭവിക്കുകയോ മറ്റേതെങ്കിലും പാപം ചെറുതോ വലുതോ ആയത് സംഭവിക്കുകയോ ചെയ്താൽ, അതാര് ചെയ്താലും ശരി, ഫഇന്നമാ അലൈഹാ വിസ്റുഹാ, അതിന്റെ പാപഭാരം അയാൾക്കെതിരെ തന്നെ തിരിയാനുണ്ടാവുക, അത് അയാൾ തന്നെ ചുമക്കേണ്ടി വരും. ലാ യഹ്മിലുഹു അൻഹാ അഹദുൻ, അത് അവന് വേണ്ടി മറ്റൊരാളും ചുമക്കുകയില്ല. വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. അത് കുറെ പറയണ്ട നമുക്ക് കേട്ടോ, നമ്മൾ പറഞ്ഞു ഇൻഷാ അല്ലാഹ്. വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ആ ആയത്തുകൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അത് നിങ്ങൾക്ക് പലയിടത്തും ഉപയോഗിക്കാൻ കഴിയും. എത്രാമത്തെ ആയത്താ? 39-ാമത്തെ ആയത്ത്. ആ ആയത്തിന് മറ്റൊരാളുടെ പാപഭാരം വേറെ ഒരാളും ചുമക്കേണ്ടി വരികയില്ല എന്നതുപോലെ തന്നെ. എന്നിട്ട് കേട്ടോളൂ,
كذلك لا يحصل من الأجر إلا ما كسب هو لنفسه. ഒരാൾക്കും താൻ തനിക്കു വേണ്ടി ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലമല്ലാതെ മറ്റൊരാൾ ചെയ്ത സൽക്കർമ്മങ്ങളുടെയും ഫലം കിട്ടുകയില്ല. എന്നോട് വായിച്ചാണ്, ഒരാൾക്കും താൻ തനിക്കു വേണ്ടി ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലമല്ലാതെ മറ്റൊരാൾ ചെയ്ത സൽക്കർമ്മത്തിന്റെ ഫലവും കിട്ടുകയില്ല. നിർത്തിയില്ല അദ്ദേഹം. അദ്ദേഹം പറയണേ, വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ, നോയിക്കോളി, ശ്രദ്ധിച്ചോളി, ഈ പരമാദരണീയമായ ആയത്തിൽ നിന്നാണ് ഇസ്തംബത്ത ശാഫിഈ റഹിമഹുല്ലാഹ് വമൻ ഇത്തബഅഹു, ശാഫി ഇമാം റഹിമഹുല്ലയും അദ്ദേഹത്തെ പിന്തുടർന്ന മഹാപണ്ഡിതന്മാരും കണ്ടെത്തിയത്, ഇസ്തിംബാത്ത് നടത്തിയത് എന്താണ്? അന്നൽ ഖിറാഅത ലാ യസ്ലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗതാ. ഖുർആൻ പാരായണം ചെയ്തിട്ട് അതിന്റെ പ്രതിഫലം മരിച്ചവർക്ക് ഹദിയ ചെയ്താൽ അവർക്ക് കിട്ടുകയില്ല എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലയും അദ്ദേഹത്തെ പിന്തുടർന്ന മഹാപണ്ഡിതന്മാരും കണ്ടെത്തിയത് ഈ ആയത്തിൽ നിന്നാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണ്? അത് വായിക്കാൻ കാരണം എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളെ കേൾക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഇത് അവരെക്കാളും ഒക്കെ നമ്മളുടെ വീടുകളിലും കുടുംബങ്ങളിലും നടക്കുന്ന സംഗതിയാണ്, അല്ലേ? ഒന്നുകൂടി വായിക്കും. വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത്ത ശാഫിഈ റഹിമഹുല്ലാഹ് വമൻ ഇത്തബഅഹു അന്നൽ ഖിറാഅത ലാ യസ്ലു സവാബു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗതാ. മരിച്ചവർക്ക് വേണ്ടി മറ്റൊരാൾ ഖുർആൻ പാരായണം ചെയ്ത് അതിന്റെ പ്രതിഫലം മരിച്ചവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ അത് മരിച്ചവർക്ക് കിട്ടുകയില്ല എന്ന് ഇമാം ശാഫിഈ കണ്ടെത്തിയത്, ആ മദ്ഹബിലെ പ്രമാണികളായ പണ്ഡിതന്മാർ കണ്ടെത്തിയത് ഈ ആയത്തിൽ നിന്നാണ്. ഏതായത്തിൽ നിന്ന്? സൂറത്ത് നജ്മിന്റെ 39-ാമത്തെ ആയത്തിൽ നിന്ന്. വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. അതുകൊണ്ടാണ് ആയത്ത് നോട്ട് ചെയ്ത് വെച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം നിർത്തിയിട്ടില്ല, കേട്ടോളൂ. ലി അന്നഹു, അത് മരിച്ചവർക്ക് എത്താതിരിക്കാനുള്ള കാരണം ആ പാരായണം ചെയ്ത ഖുർആൻ ലൈസ മിൻ അമലിഹിം, അത് മരിച്ചവരുടെ കർമ്മമല്ല. വലാ കസ്ബിഹിം, അവരുടെ സമ്പാദ്യവുമല്ല. അത് നമുക്ക് ഉറപ്പാണല്ലോ, അല്ലേ? എന്നിട്ട് അദ്ദേഹം നിർത്തിയോ? ഇല്ല. വലിഹാദാ ലം യൻദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സമുദായത്തിനൊരു മന്ദൂബായി സുന്നത്താക്കി പഠിപ്പിക്കാതിരുന്നത്. കഴിഞ്ഞില്ല. വലാ ഹത്തഹും അലൈഹി, മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ട് അത് ഹദിയ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. അവിടെ നിർത്തിയില്ല. വലാ അർശദഹും ഇലൈഹി ബിനസ്റിൻ വലാ ഈമാഇൻ, കൃത്യമായ ഒരു രേഖയിലൂടെയോ അതായത് ഒരു വാക്കിലൂടെയോ ഒരു പ്രവൃത്തിയിലൂടെയോ മാതൃക കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു സൂചന പോലും ഈ വിഷയത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തിട്ടില്ല. കഴിഞ്ഞില്ല. വലം യുൻഖൽ അൻ അഹദിൻ മിന സ്വഹാബത്തി റളിയല്ലാഹു അൻഹും, ഒരൊറ്റ സ്വഹാബിമാരും തങ്ങളുടെ കുടുംബത്തിലോ നാട്ടിലോ ഒരാൾ മരണപ്പെട്ടിട്ട് അയാൾക്ക് ഇങ്ങനെ ഖുർആൻ ഓതി ഹദിയ ചെയ്ത ചരിത്രവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വലൗകാന ഖൈറൻ, ഒക്കെ ഇതിൽ നോക്കിയിട്ടാ വായിക്കണം കേട്ടോ, സാധനം എന്റെ മുമ്പിലുണ്ട്. വലൗകാന ഖൈറൻ, അങ്ങനെ ഖുർആൻ ഓതിയിട്ട് അത് ഹദിയ ചെയ്യുന്നത് എങ്ങാനും ഒരു നന്മയായിരുന്നുവെങ്കിൽ, വല്ലാത്തൊരു അടിയാണില്ലേ, അതെങ്ങാനും ഒരു നന്മയായിരുന്നുവെങ്കിൽ ലസബഖൂന ഇലൈഹി,
തീർച്ചയായും സഹാബത്ത് ആ വിഷയത്തിൽ നമ്മുടെ മുൻഗാമികൾ മുൻകടന്ന് പ്രവർത്തിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരു റിപ്പോർട്ടില്ല. അതുകൊണ്ട് ബാബുൽ ഖുർബാത്തി, അള്ളാഹുവിങ്കൽ പ്രതിഫലം ലഭിക്കുന്നതും അള്ളാഹുവിനോട് അടുക്കാൻ കഴിയുന്നതുമായ ഖുർബത്ത് ഇബാദത്തുകൾക്ക് യുക്തസറു ഫീഹി അലൻ നുസൂസ്, പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ പാടുള്ളൂ. അതിലൊതുങ്ങണം. ഇബാദത്തുകള്, അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടുന്ന കാര്യങ്ങള്, അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. അതിന്റെ എല്ലാ മേഖലകളും വിശദീകരിക്കുവാനാണ് അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. അതുകൊണ്ട് ബാബുൽ ഖുർബാത്തി, ഖുർബത്തുകളെ ഇബാദത്തുകളെ കുറിച്ച്, അള്ളാഹുവോട് അടുപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ യുക്തസറു ഫീഹി അലൻ നുസൂസ്, പ്രമാണങ്ങളിൽ പരിമിതപ്പെടണം. അതിൽ ഒതുങ്ങിയതിലുണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. എന്നിട്ടും കഴിഞ്ഞില്ല, വലാ യുതസറഫു ഫീഹി, അത് കൈകാര്യം ചെയ്യാവതല്ല. ബി അൻവാഇൽ അഖീസത്തി, ഒന്നിനോടെങ്കിലും ഒക്കെ ഖിയാസാക്കി താരതമ്യപ്പെടുത്താവതല്ല. വൽ ആറാഇ, പണ്ഡിതാഭിപ്രായങ്ങളും ഇതിൽ സ്വീകരിക്കപ്പെടാവതല്ല. എന്താ പറയേണ്ടത് നോക്കാടി. ഈ വിഷയത്തിൽ പണ്ഡിതാഭിപ്രായങ്ങൾ സ്വീകാര്യമല്ല, ഈ വിഷയത്തിൽ മറ്റുള്ളതുമായി താരതമ്യ പഠനവും സ്വീകാര്യമല്ല. കാരണം ഇത് ഇബാദത്താണ്. ഇബാദത്തുകളെ കുറിച്ച് നമ്മൾ തീരുമാനമെടുക്കേണ്ടത്, തെളിവ് പിടിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമാണ്. നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഒരു സ്വഭാവം, ഒരു സ്വാഭാവികമായിട്ടൊരു സംശയം, അങ്ങനെയാണെങ്കിൽ മരിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതക്ക കൊടുത്താലും പ്രാർത്ഥിച്ചാലും കിട്ടുകയില്ലല്ലോ എന്നാ. ഇത് അതേ പിന്നെ ഖണ്ഡികയിൽ തന്നെ ഇവർക്ക് തീർ പറയാ. എന്നാൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും മരിച്ചവരുടെ പേരിൽ സ്വതക്ക നൽകുന്നതും അതവർക്ക് കിട്ടും എന്നതിന് ഇജ്മാഉണ്ട്. സമൂഹം ഈ 14 നൂറ്റാണ്ടു കാലമായി ഏകോപിച്ച അഭിപ്രായം അതിലുണ്ട്. ഒരു തർക്കവുമില്ല, അതവർക്ക് കിട്ടും. അതിന് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തെളിവുമുണ്ട്. കഴിഞ്ഞില്ലേ? ധാരാളം ഇമാം ഷാഫിയുടെ അഭിപ്രായം അതിലില്ലേ? ഇബ്നു കസീർ റഹിമഹുള്ളയുടെ അഭിപ്രായമില്ലേ? മുഴുവൻ പണ്ഡിതന്മാരുടെയും ഇജ്മാഉള്ള വിഷയമാണിത് എന്നതിലുള്ളേ? ഓരോറ്റ സഹാബിമാരും ഇങ്ങനെ ഒരു ചെറിയ ഒരു സമ്പ്രദായം നടപ്പിലാക്കിയിട്ടില്ല എന്നതിലില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു സൂചന പോലും ഈ ബിദ്അത്തിനില്ല എന്നതിലില്ലേ? ഒന്നുകിൽ ഈ ആയത്തിന് ഇങ്ങനെ അർത്ഥമില്ല എന്ന് പറയണം, അല്ലെങ്കിൽ ഇബ്നു കസീർ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയണം, അതല്ലെങ്കിൽ ഇബ്നു കസീർ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല എന്ന് പറയണം, അല്ലെങ്കിൽ ഇബ്നു കസീർ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയണം. ഇതൊന്നുമില്ലാത്ത കാലത്തോളം നമ്മൾ എന്ത് ചെയ്യണം? എന്റെ വരിയിൽ ഇത് വേണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? അല്ലേ? എന്റെ വീട്ടിൽ ഇത് വേണ്ട. ഇത് പറയാനുള്ള സംഗതി എന്താ അറിയോ? ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു വന്ന ഒരു സംഗതി, ഉമർ റളിയല്ലാഹു അൻഹുവാണ് പറഞ്ഞത്, മരിച്ചവൻ മരിച്ചതിന്റെ പേരിൽ മരണപ്പെട്ടവന്റെ വീട്ടുകാർ ആർത്തലച്ച് ഒച്ചയും മുളിയും കൂട്ടി നിലവിളിക്കുന്നത് അത് മരിച്ചയാൾക്ക് ശിക്ഷ കിട്ടാനുള്ള കാരണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരിടത്ത് അങ്ങനെ ഒരു ദുസമ്പ്രദായം കണ്ടപ്പോൾ അദ്ദേഹം അവരെ വലിച്ചു പുറത്തേക്കിടുകയാണ് ചെയ്തത്. നമുക്ക് വല്ല മാതൃകയുണ്ടോ? അതില് വലിച്ചു പുറത്തേക്ക് ഇണ്ട, ഇന്റെ പേരിൽ ഇത് പറ്റൂല എന്ന് പറഞ്ഞൂടെ? മരിച്ചത് നിങ്ങളുടെ വാപ്പ മാത്രമല്ല, ഇന്ത്യയും കൂടെ വാപ്പയാണ്, അതുകൊണ്ട് ഇന്റെ വാപ്പ മരിച്ചു കൊടുത്തത് പറ്റൂല എന്ന് പറയാൻ പറ്റൂലേ? പറഞ്ഞില്ല എന്നുള്ള കുറ്റം ഉണ്ടാവരുതെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ വലിച്ചു പുറത്ത് ഇടാനൊന്നും പോണ്ട, കച്ചറുണ്ടാക്കാനും പോണ്ട. പറഞ്ഞില്ല എന്നുള്ള കുറ്റം ഉണ്ടാവരുത്. ലിമ തഅദൂന ഖൗമൻ അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ.
എന്തിനാ നിങ്ങൾ ഈ ആൾക്കൂട്ടത്ത് ആൾക്കാരോട് വേണ്ട 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 എന്ന് പറയണത്? ചെയ്യണോലും ചെയ്തോട്ടെ, അതിന്റെ പേരിൽ അള്ളവരെ ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിച്ചോട്ടെ, നശിപ്പിക്കുകയാണെങ്കിൽ നശിപ്പിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ അത് പറയേണ്ട കാര്യം എന്ന് ചോദിച്ച ആൾക്കാരോട് പറഞ്ഞ ആൾക്കാർ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഖാലൂ മഅദിറത്തൻ ഇലാ റബ്ബിക്കും. എന്തടോ ഇങ്ങനത്തെ ഒരു ദുസമ്പ്രദായം കണ്ടിട്ട് പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തായിരുന്നു തടസ്സം എന്ന് റബ്ബ് ചോദിക്കുമ്പോ ഞങ്ങൾ പറഞ്ഞു നോക്കിയിട്ടുണ്ട് പഠിച്ചോനെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോ ഇത് പറയണത്. മഅദിറത്തൻ ഇലാ റബ്ബിക്കും, റബ്ബിനോട് ഒഴിവ് കഴിവ് പറയാൻ പറ്റണം നമുക്ക് കേട്ടോ, അല്ലേ? വലഅല്ലഹും യത്തഖൂൻ, ചിലപ്പാണ്ട് നന്നായി കൂടാതില്ലല്ലോ. എന്നാ വേണ്ട, ഓനിപ്പോ അത് ഇഷ്ടമല്ലെങ്കിൽ നമ്മളായിട്ട് പിഞ്ഞത് വേണ്ട, ഇനി അതിന്റെ പേരിൽ പെരിയിലൊരു കച്ചറ ഉണ്ടാക്കണ്ട എന്ന് ഒരാൾ തീരുമാനിച്ചാൽ ഒരു സുന്നത്ത് നമ്മൾ നടപ്പാക്കി, അല്ലേ? നിന്റെ കാര്യം പറഞ്ഞിട്ടോ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആയിക്കോളെ നമുക്ക് പറയാലോ, അത് നിങ്ങളെ കാര്യങ്ങൾ ഉത്തരം പറയേണ്ടി വരും. എനിക്കിതിൽ ഇനി ബരീഉമ്മിമ്മ തഅമലൂൻ, ഇപ്പണിയിൽ എനിക്ക്, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയാൻ കഴിയണം. അപ്പോ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു മനുഷ്യനും അവനവന്റെ കർമ്മഫലമല്ലാതെ മറ്റൊന്നും കിട്ടുകയില്ല. അതുകൊണ്ട് ബാദിറു ബിൽ അഅമാൽ, നമുക്ക് കിട്ടാനുള്ള സൽക്കർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന്, പ്രതിഫലം എന്തെല്ലാമാണെന്ന് കണ്ടറിഞ്ഞ് അക്കാര്യങ്ങളിൽ മത്സരിക്കുക, അക്കാര്യങ്ങൾ കൂടുതൽ കൂടുതലായി ചെയ്തുകൊണ്ടിരിക്കുക. അതല്ലാതെ രക്ഷയൊന്നുമില്ല മുമ്പിൽ. എന്നാൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ കർമ്മം കൊണ്ട് ഞാൻ പോലും സ്വർഗത്തിൽ പോവില്ല. ഇല്ലാ യതഗമ്മദനിയല്ലാഹു ബിറഹ്മതിഹി, റബ്ബവന്റെ കാരുണ്യം എന്നെ മൂടിപ്പൊതിഞ്ഞില്ല എങ്കിൽ ഞാനും രക്ഷപ്പെടൂല. എന്നാ ആ കാരുണ്യം കൊണ്ട് മൂടി പൊതിയപ്പെടണമെങ്കിൽ അതിനുള്ള യോഗ്യത തൗഹീദിൽ വെള്ളം കലരാതിരിക്കുകയും പരമാവധി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ്. അപ്പൊ ഈ ആയത്ത് ഒരുപാട് നമ്മളോട് പറയും, എവിടെ നമ്മുടെ ഇബാദത്തുകൾ കുറയുന്നുവോ അവിടെ നമ്മൾക്ക് അപകടം നേരിടും, അപകടം ഭയക്കണം. നമ്മൾ ഇന്നലെ ചെയ്ത അത്രയും ഇബാദത്ത് ഇന്ന് ചെയ്തില്ല എങ്കിൽ നമ്മൾ ഇന്നലത്തെക്കാൾ മോശക്കാരാണ് ഇന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, അല്ലേ? ഒരു പക്ഷേ ഞാൻ ഇന്ന് മരിക്കാൻ സാധ്യതയുണ്ട്, അപ്പൊ ഇന്നലത്തെ അത്രയെങ്കിലും ഇന്നും ചെയ്യണം. ഇന്നലത്തെക്കാൾ കൂടുതലാണെന്ന് വേണ്ടത് ഒരു അസ്തഗ്ഫിറുല്ലെങ്കിലും കൂടുതൽ പറഞ്ഞിരിക്കണം എന്നൊരു ഒരു ഒരു മാനസികാവസ്ഥയാണ് നമുക്കുണ്ടാവേണ്ടത്. കാരണം ഇവിടുന്നാണ്ട് കടന്നു പോയാൽ പിന്നീട് ഇല്ലട്ടോ. ഈ ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാം നിലച്ചു പോകുന്നത്. ശ്വാസം മാത്രമല്ല നിലച്ചു പോവുക, അല്ലേ? ദുനിയാവിനോടുള്ള ബന്ധം നിലച്ചു, കുടുംബ ബന്ധങ്ങളറ്റു, സ്വത്തും മുതലുമായിട്ടുള്ള അധികാരമറ്റു, അല്ലേ? കാഴ്ചയും കേൾവിയും ഉൾപ്പെടെയുള്ള സകലതും അറ്റു, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സമയവും അറ്റുപോയി, അല്ലേ? ഇനി നമ്മൾക്ക് പണ്ട് വല്ലതും ചെയ്തതുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ഇല്ലാമ കസബത്ത് ഫീ ഈമാനിഹാ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഈമാനോടുകൂടി ജീവിച്ചിരുന്ന കാലത്ത് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവരാണ് നമ്മൾ, ഇപ്പോഴും ജീവിക്കുന്നവരാണ് നമ്മൾ. ഉമ്മാക്ക് വാപ്പാക്ക് വേണ്ടിയിട്ട്, അല്ലേ? 8 പെങ്ങന്മാരെ കെട്ടിക്കാൻ 35 കൊല്ലം ദുബൈയിൽ അല്ലെങ്കിൽ ജോലി ചെയ്ത ഒരാളെ എനിക്കറിയാം. 8 പെങ്ങന്മാരെയും കെട്ടിച്ചു വിട്ട് നോക്കുമ്പോഴത്തേന് 2 പെൺകുട്ടികളെ കെട്ടിക്കാറായി. അതും കെട്ടിച്ചുവിട്ട് നോക്കുമ്പോഴത്തേന് ഈ മനുഷ്യന് 10-65 വയസ്സായി. അല്ലയിൽ നിന്ന് തിരിച്ച് നാട്ടിലെത്തി 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേനും മരിച്ചുപോയി. അള്ളാഹു പരലോക ഹൈറാക്കി കൊടുക്കട്ടെ. പക്ഷെ ആ മനുഷ്യൻ എനിക്കറിയുന്ന അത്രയും കാലം എന്തെല്ലാം നന്മകൾ ചെയ്യാമായിരുന്നുവോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു വന്നത്, അനിയന്മാരുടെ വിദ്യാഭ്യാസത്തിന്, പെങ്ങന്മാരുടെ പഠനത്തിന്, കല്യാണത്തിന്, മക്കളെ പഠിപ്പിക്കാനും, മാതാപിതാക്കളെ സംരക്ഷിക്കാന്, നാട് നന്നാക്കാൻ, അയൽപ്പക്കത്തെ പട്ടിണി മാറ്റാണ്, എല്ലാ തരത്തിലുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും നമ്മളുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ പരലോകത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങളിൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന വൽതള്ളറ് നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ,
ഒന്ന് ആലോചിക്കാൻ സമയം കണ്ടെത്തണ്ടേ? രാജ്യം ഭരിച്ചു, പകലന്തിയോളം രാജ്യം ഭരിച്ചു, ജനത്തിനിമാമായി ജമാഅത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചു, വളരെ നീതിപൂർവ്വം നാട് കൊണ്ടു നടന്നു. നടുപ്പാതിരാക്ക് വല്ല വീഴ്ചയും തനിക്ക് അബദ്ധവും നോട്ടപ്പിശകും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നാട് മുഴുവൻ കൊടിയ ഇരട്ടത്ത് ചുറ്റിക്കറങ്ങി. എല്ലാം കഴിഞ്ഞ് വന്ന് ഒന്ന് പായിലേക്ക് ഇരിക്കുമ്പോ അദ്ദേഹം ഇങ്ങനെ ദിക്റു സലാത്തൊക്കെ കഴിഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് കാലിനിങ്ങനെ അടിച്ചിട്ട് ചോദിക്കും, മാതാ മാതാ അമിൽ തലക്കൽ യൗമയാ ഉമർ. ആണെങ്കിൽ മനസ്സിലായല്ലോ, മാതാ അമിൽ തലക്കൽ യൗമയാ ഉമർ. ഉമറേ, നീ എന്ന നാട് ഭരിച്ചു, നീ എന്ന നാട്ടുകാർക്ക് വേണ്ടി അവക്കിമാമായി നിസ്കരിച്ചു, കഴിയുന്നതെല്ലാം നാടിനു വേണ്ടി ചെയ്തു. പക്ഷേ നീ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് അദ്ദേഹം അവസാനം പറയുമായിരുന്നു. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ നമുക്ക് വേണ്ടിയുള്ളതാവണം അല്ലേ? ആർക്കെങ്കിലും ഒരാൾക്ക് 10 രൂപ കൊടുക്കുന്നത് അയാൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാവരുത്. എന്തിനു വേണ്ടിയാ? നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാവണം. അയാൾ അതുകൊണ്ട് രക്ഷപ്പെടാതെയും ഇരിക്കാം. നമ്മൾ ആ 10 രൂപ കൊണ്ട് രക്ഷപ്പെടണം. അയൽപ്പക്കക്കാരന് കാണുമ്പോൾ ഒന്ന് സലാം പറയുന്നതിലൂടെ നമ്മൾ രക്ഷപ്പെടണം. ഉമ്മാനിപ്പാനി ഒന്ന് പോയി കാണുകയും വിളിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ രക്ഷപ്പെടണം. പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നതിലൂടെ നമ്മൾ രക്ഷപ്പെടണം. എന്തൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും അതിന്റെ പിന്നിലുണ്ടാകേണ്ടുന്ന നിയ്യത്ത് റബ്ബിന്റെ തൃപ്തിയും പൊരുത്തവും മാത്രമായിരിക്കണം. എങ്കിൽ ഇതടുത്തായത് വലസൗഫ യർളാ, റബ്ബ് നിങ്ങളെ തൃപ്തിപ്പെടും. പോരെ? റബ്ബ് നിങ്ങളെ തൃപ്തിപ്പെടും. അതുകൊണ്ട് ലൈസൽ ഇൻസാനി വലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. എന്നിട്ടൊരു സാന്ത്വനം നോക്കാണി, വഅന്ന സഅയഹു സൗഫ യുറാ. ഇതൊക്കെ കൂടെ പഠിച്ചവൻ കാണുവോ? ഇതൊക്കെ കൂടെ രേഖപ്പെടുത്തുവോ? ഇതിൽ വല്ലതും വിട്ടുപോകോ? ഇതിൽ വല്ലതും മറന്നു പോവോ? ഇതിലൊന്നും ഏതെങ്കിലും പരിഗണിക്കാതിരിക്കോ എന്ന് നിങ്ങൾ ബേജാറാവേണ്ടതില്ല. വഅന്ന സഅയഹു, നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം സൗഫ യുറാ, നിങ്ങൾക്ക് കാണിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. വമയഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമയഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ഒന്നും പോകൂല, പോകുന്നത് പേടിക്കണ്ട, മറന്നുപോകുന്നത് പേടിക്കണ്ട, രേഖപ്പെടുത്താതെ പോകുന്നത് പേടിക്കണ്ട, പ്രതിഫലം കിട്ടാതെ പോകുന്നത് പേടിക്കണ്ട. അത് കിട്ടും, കൃത്യമായിട്ട് കിട്ടും. അതൊരു വല്ലാത്ത സാന്ത്വനല്ലേ നോക്കാണ്, വല്ലാത്തൊരു ആത്മവിശ്വാസം പകരുന്ന സംഗതിയല്ലേ നോക്കാണ്. അള്ളാഹു നമ്മളെ അത്തരക്കാരൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. തിരിച്ചൊന്ന് വായിച്ചു നോക്കാണ്, നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അർത്ഥമില്ലേ? നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ദുഷ്കർമ്മത്തിന്റെയും ശിക്ഷയും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അർത്ഥം വരുന്നുണ്ട്. സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം നിങ്ങൾക്ക് നഷ്ടപ്പെടൂല. ദുഷ്കർമ്മങ്ങളുടെ ശിക്ഷയോട്ട് ഒഴിവായി പോവുകയുമില്ല. അടുത്തായിട്ടെന്താ? എന്താണോ കർമ്മം, അതിന് കിട്ടേണ്ടത് എന്താണോ, രക്ഷയാണെങ്കിൽ രക്ഷ, ശിക്ഷയാണെങ്കിൽ ശിക്ഷ. പിന്നീട് അവന് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. എങ്ങനത്തെ പ്രതിഫലം? ഔഫയായ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഏറ്റവും പൂർണ്ണമായ പ്രതിഫലം തന്നെ കിട്ടും. ഒരടി കിട്ടേണ്ടടുത്ത് അരടി ആവൂല, ഒരു കൂലി കിട്ടേണ്ടടുത്ത് അത് മുക്കാ കൂലിയും ആവൂല. കിട്ടേണ്ടത് പൂർണ്ണമായും കിട്ടും.
പണ്ട് ബീർബലിനെ കുറിച്ചിട്ടൊരു കഥ ഉണ്ട്, ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബീർബൽ അക്ബർ ചക്രവർത്തിയുടെ വിദൂഷകനായിരുന്നല്ലോ. അപ്പൊ എന്നും രാജകൊട്ടാരത്തിൽ ഉണ്ടാവുന്ന മത്സരങ്ങളിലൊക്കെ ബീർബലാണ് ജയിക്കുക. എന്നും രാജാവിനടുത്ത് സമ്മാനക്കിഴിയോണ്ട് എന്നും ഇങ്ങനെ ബീർബൽ പുറത്തേക്ക് പോണ കണ്ടിട്ട് ഈ ഗോപുര കവാടത്തിൽ നിൽക്കുന്ന പാറാവുകാരിൽ ഒരാൾക്കൊരു അസൂയ. അങ്ങനെ അയാൾ ഒരു ദിവസം തീരുമാനിച്ച് നാളെ ബീർബലിനെ കടത്തി വിടൂല. ബീർബൽ വന്നപ്പോ ഗേറ്റിങ് അയാൾ തടഞ്ഞ് കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചയായി വിളിയായി ചോദ്യമായി പറച്ചിലായപ്പോ അയാൾ പറഞ്ഞ് കടത്തിവിടാം, പക്ഷേ ഇന്ന് കിട്ടുന്ന സമ്മാനത്തിൽ പകുതി എനിക്കും തന്നെ 50-50 ആക്കണം. സംഗതി രോഗം എന്താന്ന് അപ്പോഴാ ബീർബൽ മനസ്സിലായി. ആയിക്കോട്ടെ എന്ന് അദ്ദേഹം സമ്മതിച്ചു. പതിവ് പ്രകാരം കൊട്ടാരത്തിലെ മറ്റു സംസാരങ്ങളും ചർച്ചകളും പണ്ഡിത ചർച്ചകളും ഒക്കെ കഴിഞ്ഞ് നടത്താൻ മത്സരം വന്നു. മത്സരത്തിൽ പതിവ് പ്രകാരം ബീർബൽ ജയിച്ചു. അപ്പൊ ബീർബലിനോട് അന്ന് അക്ബർ ചക്രവർത്തി ചോദിച്ചു, എന്താ സമ്മാനം വേണ്ടത്? സമ്മാനം കൊടുത്തു. അപ്പൊ ബീർബൽ പറഞ്ഞു, എനിക്കിത് വേണ്ട. എന്തിനു? എനിക്ക് 100 അടി മതിയെന്നു. എനിക്ക് 100 അടി മതിയെന്നു. അതെന്താ അങ്ങനെയെന്ന്? അല്ല, കിട്ടണ പകുതി ഞാൻ പുറത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇവിടുന്ന് കിട്ടണ പകുതി ഞാൻ പുറത്ത് കൊടുക്കാന്ന് പറഞ്ഞു. അതെന്തിനു? ഈ പണി ഉണ്ടാവില്ല കേട്ടോ. ഈ പണി പകുതി ഏറ്റെടുക്കാൻ ആളുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞു. ഇത് മുഴുവൻ നമ്മൾ തന്നെ ഇരിക്കേണ്ടി വരും അല്ലേ? ഇൻകാന ഖൈറൻ ഫഖൈർ. ജീവിതത്തിൽ നന്മയാണെങ്കിൽ അതിന് നന്മ തന്നെയാണ് പ്രതിഫലം. വൈകാന ശർറൻ ഫശർ. മോശമാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടണതും അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യുന്നു, വിതച്ചതേ കൊയ്യൂ. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ ചാടും. വാളെടുത്തോൻ ഇതൊക്കെ നമുക്ക് അറിയായിട്ടല്ല, ഇതൊക്കെ ഈ സമുദായത്തിനറിയും. പക്ഷെ സമുദായത്തിന്റെ ചിന്തയും സമുദായത്തിന്റെ പോക്കും വേറെ ഏതൊക്കെയോ വഴി കൂടെ അല്ലേ? അപ്പൊ ആയത്തൊന്നോട് വായിച്ചോ കാണി. ഒരാൾക്കും അവനവന്റെ പ്രവൃത്തിയുടെ ഫലമല്ലാതെ മറ്റൊന്നും കിട്ടുകയില്ല. അവന്റെ കർമ്മങ്ങൾ മുഴുവനും അവന് നാളെ കാണാൻ കിട്ടും. കാണാം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം അവന് കിട്ടും. അവക്കെല്ലാം അവന് പൂർണ്ണമായ പ്രതിഫലവും നൽകപ്പെടും. എന്നിട്ട് പറയണെന്നറിയോ? ഈ പോക്കിന്റെ അവസാനം റബ്ബിന്റെ അടുത്താണ് അല്ലേ? ഈ യാത്രയുടെ അവസാനം റബ്ബിന്റെ അരികിലാണ്. തുടങ്ങിയത് എവിടുന്ന? ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി അല്ലേ? തുടങ്ങിയത് അവിടുന്നാണ്. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. പറഞ്ഞല്ലേ? ഫീഹാ തഹ്യൗൻ വഫീഹാ തമൂതൂൻ വമിൻഹാ തുഖ്റജൂൻ. തുടങ്ങിയത് മണ്ണെന്നാണ്, പോകണത് മണ്ണിൽ തന്നെയാണ്, പുറത്തു വരുന്നത് മണ്ണിൽ തന്നെയാണ്. ആ പൊറവ് അള്ളാന്റെ അടുത്ത് നിന്നാണ്. പോകണതും അന്നയിലാ റബ്ബിക്കൽ മുൻതഹാ. ആരതാണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് ഇതിന്റെ ഇന്തിഹാ അവസാനം എന്നറിയില്ല മാത്രമേ അല്ലേ? നമുക്കറിയാലോ, ഒരു ബലൂൺ ഇങ്ങനെ വീർപ്പിച്ചാലേ അതിലേക്ക് പോണ കാറ്റ് അവിടെ നിൽക്കും. പോണത് ഉടുക്കത്തെ കാറ്റേക്കും ചിലപ്പോ. ആണോ നമ്മൾ ആലോചിച്ചിട്ട്? ഒരു ബലൂൺ ഇങ്ങനെ ഊതി പൂർപ്പിക്കുമ്പോഴേ
നമ്മൾ ഊതിയ വായു ആ ബലൂണിനുള്ളിലുണ്ടാകും. പിന്നെ നമ്മക്കിട്ട് വലിക്കാൻ വായു അല്ല തീരുമാനിച്ചിട്ടുണ്ടാവില്ല. അവസാനത്തെ വായു അവിടെ എത്തി പൊണ്ടിരും. ബലൂൺ എങ്ങനെ എത്ര മനുഷ്യന്റെ അത്ര പൂരിപ്പിച്ചിട്ട് കച്ചവടക്കാരൻ പറയാൻ പൊട്ടൂല. എത്ര പൂരിപ്പിച്ചാലും ഒരു ഗ്യാരണ്ടി ഉണ്ട് എന്നാ പറയാ. ഊതന ചെങ്ങായിക്കോന്റെ ഗ്യാരണ്ടി ഇല്ലല്ലോ. എന്താ പറയാണേ, നിങ്ങളെ ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും റബ്ബാണ്. എന്താ അർത്ഥം? സന്തോഷം നൽകുന്നതും സന്താപം നൽകുന്നതും അനുഗ്രഹം നൽകുന്നതും പരീക്ഷണം നൽകുന്നതും അല്ലാഹുവാകുന്നു. രോഗം നൽകുന്നതും ശാന്തി നൽകുന്നതും അല്ലാഹുവാകുന്നു. അല്ലേ? വന്നഹുവ അൽഹക്ക, നിങ്ങൾക്ക് ചിരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നവൻ, സന്തോഷം, വഅബ്ക, കരയാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതും അല്ലാഹു തന്നെയാണ്. രണ്ടിനെയും ഒരുപോലെ കാണാൻ കഴിയുക എന്നിടത്താണ് നമ്മുടെ ഈമാനിന്റെ ദൃഢത പരിശോധിക്കപ്പെടുക. അല്ലേ? അജബൻ ലിഅംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലുഹു ലഹു ഖൈർ വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. മുഅ്മിനീങ്ങളുടെ കാര്യം അത്ഭുതമാണ് കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്ന അംറഹു കുല്ലുഹു ലഹു ഖൈർ, അവന്റെ ജീവിതത്തിൽ എന്തുണ്ടായാലും അത് അവസാനം അവന് ഗുണമായി തീരും. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. ആ ഒരു അത്ഭുതം ലോകത്ത് മുസ്ലിമീങ്ങൾക്കല്ലാതെ വേറെ ഒരാൾക്കില്ല. എന്താ സംഗതി? ഇന്ന അസാബഹു സറാഅ ശക്കറ, അവനൊരു സന്തോഷം ഉണ്ടായാൽ അവൻ അതിന് ശുക്ർ ചെയ്യും. അതിൽക്കോട്ടോ മൈക്ക് വേണോ വേണ്ടേ? വേണ്ട. അല്ലാഹു അക്ബർ. ശരി. അപ്പൊ നമ്മൾ പറഞ്ഞത് അസാബഹു സറാഅ ശക്കറ, മുഅ്മിനായ മനുഷ്യന് നല്ല കാര്യം സന്തോഷിക്കാൻ അവസരമുണ്ടായാൽ ശക്കറ, ആ സന്തോഷത്തിന് അവൻ ശുക്ർ ചെയ്യും. ഫകാന ഖൈറൻ ലഹു, അങ്ങനെ ആ ശുക്ർ അവന് പ്രതിഫലാർഹമായ സൽക്കർമ്മമായി രേഖപ്പെടുത്തപ്പെടും. വൈനസാബഹു ലറാഅ, എന്നാൽ അവനൊരു ആപത്താണ്, സങ്കടമാണ്, പ്രയാസമാണ്, തിരിച്ചടിയാണ് ഉണ്ടായതെങ്കിൽ സ്വബറ, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അപ്പോൾ ആ സ്വബറും അവന് പ്രതിഫലാർഹമായി മാറും. നല്ലത് വന്നാലും തീയത് വന്നാലും മുസ്ലിമീങ്ങൾക്ക് എന്താണ്? ഖൈറാണ്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ അറിയണം, അത് നിങ്ങളുണ്ടാകുന്നതിന്റെ എത്രയോ മുമ്പ് നിങ്ങളുടെ പേരിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. അതങ്ങനെയല്ലാതെ നടക്കില്ല. അതെന്തിനാണ് പറയുന്നത്? ലിക്കൈലാ തഖ്സൗ അലാ മാ ഫാതക്കും, നിങ്ങൾക്ക് കിട്ടാതെ പോയതിൽ സങ്കടപ്പെടാതിരിക്കാൻ. വല്ലാത്തൊരു വർത്താനല്ലേ? വലാ തഫ്റഹൂ ബിമാ ആതാക്കും, കിട്ടിയതിൽ വല്ലാതെ അർമാദിക്കാതിരിക്കാൻ. ബാലൻസ്ഡ് ആണ് നമ്മുടെ നഷ്ടം. കിട്ടിയതിൽ വല്ലാണ്ട് സന്തോഷിക്കും വേണ്ട, കിട്ടാതെ പോയതിൽ സങ്കടപ്പെടുകയും വേണ്ട. അല്ലേ? ഖാറൂനോട്, അതിസമ്പന്നനായ ഖാറൂനിന്റെ പോക്കിത്തരം കണ്ടപ്പോൾ ആളുകൾ പറയുന്നുണ്ടില്ല, തഫ്റഹ്, വല്ലാതെ അതിരുപെടല്ലേ, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, പരിധി വിട്ട് അർമാദിക്കുന്നവരെ അല്ലാഹ്ക്ക് ഇഷ്ടല്ല. ഇവിടെ എന്തുണ്ടായി? അപ്പൊ ഖാറൂൻ പറഞ്ഞത്, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, നിങ്ങളുടെ വാപ്പകാരനോമാർ പഠിച്ചുകൊണ്ട് തന്നോന്നല്ല, ഞാൻ നയിച്ചുണ്ടാക്കിയതാണ്,
നമ്മൾ ചിലര് പറയല്ലേ 18-ാമത്തെ വയസ്സിൽ ഇവിടുന്ന് കള്ളവണ്ടി കയറിയ കള്ളക്കപ്പൽ കയറിയതാ, ജീവിതമാണ് തുലച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പറയില്ലേ. അതിനൊരു മുൻഗാമി ഉണ്ട് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇക്കിന്റെ വാപ്പൊന്നും തന്നില്ല. ഒരു ചെറ്റപ്പരിയിലിരുന്ന് നമ്മള് ഈ കണ്ട് കാണായതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് പറയില്ലേ. പറയാൻ പാടില്ല, നമുക്ക് പറയാൻ പാടില്ലോ. ഇന്നമാ ഊത്തീതുഹു അലാ ഇൽമിൻ ഇൻദീ എന്ന് പണ്ട് കാറൂൻ പറഞ്ഞത് ഏകദേശം ഒരു 10,000-3000 കൊല്ലം മുമ്പ്. ഇവിടെ എന്തുണ്ടായി? ഫഖസഫ ബിഹി വബിദാരിഹിൽ അർള്, നാം അവനെയും അവന്റെ സമ്പത്തിനെയും അവന്റെ കൊട്ടാരങ്ങളെയും ഭൂമിയിൽ ഇടിച്ചു താഴ്ത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, ഭൂമിയിലൂടെ അഹങ്കരിച്ച് നടക്കുന്നവൻ ഖബറിനടിയിൽ ഖിയാമത്ത് നാളോളം കിടുകിട ജർക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും, വിറപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. കടക്കിനോടത്ത് സ്വൈരണ്ടാവില്ല അർത്ഥം അല്ലേ. ഒന്ന് അടങ്ങി ഒതുങ്ങണത്, ഒന്ന് അടക്ക ഒതുക്കൊക്കെ ഉണ്ടാവണത് നല്ലതാ. ഒലാ തംശിഫിൽ അർളി മറഹ, സന്തോഷം കൊണ്ടുവിടേണ്ട, അഹങ്കരിച്ചു പോകല്ലേ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ഒരു അഹങ്കാരിയെയും പൊങ്ങച്ചക്കാരനെയും അല്ലാഹ്ക്ക് ഇഷ്ടല്ല. വേറായത് വലാ തംശി ഫിൽ അർളി മവസ്കസിദു ഫീ മശീക വലാ തംശി ഫിൽ അർളി മറഹ ഇന്നക ലൻ തബ്ലുഗൽ ജിബാല ഇന്നക ലൻ തഖരിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തുലാ. അഹങ്കരിക്കല്ലേ. എത്ര അഹങ്കരിച്ചാലും പർവ്വതത്തോളം ശക്തനാവാനോ ഭൂമിയെ ചവിട്ടി താഴ്ത്താനോ ഒന്നും നിനക്ക് കഴിയില്ല. ഇതൊക്കെ നമ്മളോടാണ്. അതുകൊണ്ട് വഖസ്ദിഫി മശീക, മാന്യമായി ജീവിക്കണോന്ന. വഇബാദുർ റഹ്മാനുല്ലദീന യംശൂന അലൽ അർളി ഹൗന, പഠിച്ചോന്റെ ഇഷ്ടക്കാരാണെങ്കിൽ എത്രമാത്രം വലിയ വണ്ടിയിലാണ് വരുന്നത് എങ്കിലും, എത്രമാത്രം വലിയ കൊട്ടാരത്തിലാണ് താമസിക്കണമെങ്കിലും, എത്ര ഉന്നതനായ ഉദ്യോഗസ്ഥനാണെങ്കിലും, എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും ആളുടെ മനസ്സിലൊരു വിനയുണ്ടാകും. പാവപ്പെട്ടവനും മറ്റുള്ളവരെ കണ്ടാവന്ന് ചിരിക്കാനും, ഒന്ന് കയ്യമ്മ പിടിക്കാനും, വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാനും, രോഗം വന്നാൽ പോയി കാണാനും, മരിച്ചോടത്തൊക്കെ പോയിട്ടൊരു 10 മിനിറ്റെങ്കിലും ഇരിക്കാനൊക്കെ നേരം കാണും. എനിക്കും മരിക്കണമെന്നൊരു തോന്നലുണ്ടാകും. ഞാനും സൂക്കടനായി കിടക്കേണ്ടവനാണെന്നൊരു ചിന്ത ഉണ്ടാകും. ആർക്ക്? ഇബാദുർ റഹ്മാൻ. അല്ലാതെ ഇങ്ങനെ ഭൂമി കൂടെ മെല്ലെ മെല്ലെ ഇങ്ങനെ കാറ്റുവാക്ക് നടത്തുന്നല്ല ഇതിന്റെ അർത്ഥം അല്ലേ. ജീവിതത്തിലൊരു വിനയുണ്ടാകും. അപ്പൊ അതാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഏത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലൗ തഅലമൂന മാ അലിംതു, പൊന്നാർ ജനങ്ങളെ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ കൂടെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ ലബക്കൈതും കസീറ, നിങ്ങൾക്ക് കരയാനേ നേരണ്ടാകുമായിരുന്നുള്ളൂ. വലാ തദ്ഹഖൂന ഇല്ലാ ഖലീലാ, ചിരിക്കാൻ നിങ്ങൾക്ക് നേരണ്ടാവൂല. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അള്ളാഹിന്റെ റസൂലിന്റെ അണപ്പല്ല് കണ്ട ചിരി ഞാൻ ചിരിച്ചത്, ആ അണപ്പല്ല് കാണുന്ന രൂപത്തിൽ അള്ളാഹിന്റെ റസൂല് ചിരിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വട്ടാ ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മൾ 3 വട്ടേ അങ്ങനെ ചിരിക്കാതിരുന്നിട്ടുണ്ടാവുള്ളൂ അല്ലേ. എന്താ കാരണം അറിയങ്ങള്? റസൂലും സ്വഹാബത്തും ഇങ്ങനെ നടക്കുകയാണ് മരുഭൂമി കൂടെ. അപ്പോ കുതിരപ്പ റസൂലിന്റെ കഴുതക്കുട്ടി ഇങ്ങനെ കിടുകിടെ പറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടാൻ തുടങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് വീണൂന്നും, വീണിട്ട് കയ്യിന്റെ ഷോൾഡർ കൈപ്പല ഉളുക്കീനും, ഇന്നത്തെ കാര്യമല്ല അളുക്കുന്നിട്ട ഉളുക്ക, ഇതൊക്കെയുള്ള മലപ്പുറം ഭാഷ. ഷോൾഡർ തെറ്റീനും അല്ല വീഴാൻ ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ റിപ്പോർട്ട് കാണാം. എന്തായാലും താഴത്തിറങ്ങിയിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു കൂടുള്ള ആൾക്കാരോട്, അല്ല ഇവിടെ ആരുടെയെങ്കിലും ഖബറുണ്ടോ? പണ്ട് ഇവിടെ ആരുടെയെങ്കിലും ഖബറുണ്ടായിരുന്നോ? അപ്പോ സ്വഹാബത്ത് മദീനക്കാരായ അൻസാരികൾ പറഞ്ഞു, ഉണ്ടായിരുന്നു നബിയെ, പണ്ട് യഹൂദികൾ ഇവിടെ നിന്ന് ഖബറടക്കിയിരുന്നത്. എന്തായിരുന്നു കാര്യം? എന്താ അങ്ങനെ ചോദിക്കാൻ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ, ഇവിടെ 2 ഖബറിനടിയിൽ ശിക്ഷ നടപ്പാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു.
അതിൻ്റെ ശബ്ദം എൻ്റെ കഴുതക്കുട്ടി കേട്ടിട്ടുണ്ട്. ആ അടിയുടെ ബേജാറു കൊണ്ടാണ് ആ കഴുതക്കുട്ടി ഇങ്ങനെ വെകിളി പിടിച്ച് ചാടിയത്. അതിനിങ്ങനെ ഒരു സ്വഭാവമല്ല. എന്നിട്ടാ പറഞ്ഞത് വല്ലാഹിലോ തഅലമൂനമാ അലിംതു എന്ന് വെച്ചോ കാണി. എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ കൂടെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ ലബഖൈതും കസീറ, നിങ്ങൾ ഇരുന്ന് കരയുമായിരുന്നു. വലാ തദ്ഹഖൂന ഇല്ലാ ഖലീല. അതൊരു അനുഗ്രഹമല്ലേ? ആണല്ലോ. ഭൂമിക്കടിയിൽ നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാമാണെന്ന് അറിയാനുള്ള കഴിവ് നൽകാത്തത് ഒരു നിഅമത്താണ്. അത് ഇവിടുത്തെ പട്ടിക്കും പൂച്ചക്കും ഒക്കെ കേൾക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾക്ക് അറിയാലോ. ഖബറിടത്തിൽ നടക്കുന്ന ശിക്ഷയുടെ ആഘാതം മനുഷ്യനും ജിന്നുമല്ലാത്ത സർവരും കേൾക്കും. മനുഷ്യനും ജിന്നുമെങ്ങാനും അത് കേട്ടിരുന്നുവെങ്കിൽ അവർ ബോധം കെട്ട് വീഴുമായിരുന്നു. ബോധത്തോടു കൂടി അവർക്ക് നടക്കാൻ പറ്റൂലായിരുന്നു. അങ്ങനെ ഒരു നിഅമത്തുണ്ട് കാൽച്ചുവട്ടിൽ. ഇജ് വലിയ പൈസക്കാരനാണ്, ഇജ് വലിയ ഉദ്യോഗസ്ഥനാണ്, ഇജ് വലിയ ഭരണാധികാരിയാണ്, ഇതിനെ നെകളിച്ച് നടക്കുകയാണെങ്കിൽ പൊന്നാര സഹോദര, അന്റെ കാലിന്റെ ചോട്ടില് അന്നെക്കാൾ ഇതൊക്കെ ഉണ്ടായിരുന്ന കുറെ ആൾക്കാർ കിടക്കലുണ്ട്. ഓല തരന്റെ മുകളിൽ കൂടെ നടക്കണമെന്ന് ഓർത്തോ. നീ പറയണ്ടല്ലോ. അവനാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നതും അവനാണ് നിങ്ങളെ മരിപ്പിക്കുന്നതും. നമുക്ക് തർക്കമൊന്നുമില്ല, അതുകൊണ്ടത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളിൽ പലരുടെയും ശരീരം ജീവിച്ചിരിക്കുകയും മനസ്സ് മരിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ. മനുഷ്യനാവുന്നത് എപ്പോഴാണ്? മറ്റുള്ളവരുടെ സങ്കടത്തിൽ സങ്കടപ്പെടുമ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുമ്പോഴുമാണ് നമ്മൾ ആരാവുക. അങ്ങനല്ലേ നമ്മൾ മനുഷ്യനാവുക. കുമാരനാശൻ പാടി എന്തറിയോ? അരുകിലിരിപ്പോരനുജനെ നോക്കാൻ അഷ്ടികളില്ലാത്തോർ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്നാണ്. തൊട്ടടുത്തിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്റെ കഷ്ടപ്പാട് കാണാൻ കഴിയാത്തവന് കാണാൻ പറ്റാത്ത റബ്ബിനെ ഞാൻ കാണണില്ല എന്ന് വിലപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതെന്താണെന്നറിയങ്ങള്? അതൊരു ഹദീസിന്റെ അർത്ഥാണ്. എടോ ഞാൻ വിശന്നിരുന്നപ്പോ എന്തേത് എനിക്ക് ഭക്ഷണം തരാതിരുന്നു എന്ന് റബ്ബ് ചോദിക്കും. ചോദിക്കൂലേ? എടോ ഞാൻ രോഗിയായിരുന്നപ്പോ എന്തേ ഒന്ന് കാണാൻ വന്നില്ല എന്ന് റബ്ബ് ചോദിക്കും. അപ്പൊ നമ്മൾ പറയും പഠിച്ചോനെ അന്ത റബ്ബുൽ ആലമീൻ, ഇജ് റബ്ബുൽ ആലമീനല്ലേ, എങ്ങനെ രോഗം വരൂലല്ലോ, എങ്ങനെ വിശക്കൂലല്ലോ, അത് ചിന്നെ കളിയാക്കിയതല്ലേ എന്ന് ചോദിക്കുമ്പോ റബ്ബ് പറയും എടോ ഞാനല്ല, നിന്റെ അയൽപ്പക്കത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒന്ന് പോയി നോക്കാൻ, ഒരു 2 ഉരുള ചോറ് അവിടെ കൊണ്ടേ കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നെ നിനക്കവിടെ അനുഭവിക്കാമായിരുന്നു. അപ്പോ കേവലം ശ്വാസം നിൽക്കുന്ന മരണം മാത്രമല്ല അല്ലേ. നമ്മൾ ഉമ്മ പറഞ്ഞു ആളും മനുഷ്യനും 2 ഓർത്ത് വെച്ചോ. അറിയ നമ്മോട് ഉമ്മ പഠിപ്പിച്ചൊരു പോയിന്റാണ്, ഒരു ഹുക്കമത്താണ്. ആളും മനുഷ്യനും 2 ഓർത്തോ. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ ഈ കോലം തിരിഞ്ഞ് കാണുന്നതൊക്കെ ആളാണ്, ആൾക്കൂട്ടമാണ്. ഓൻ മനുഷ്യനല്ല, മനുഷ്യൻ പറയട്ടോ. അല്ലാത്തൊരു ഉപദേശം അല്ലേ. നമ്മളിൽ മനുഷ്യത്വം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഹ്യൂമൻ ബീയിങ് എന്നതിന് പറയാ. കോലം കൊണ്ടൊരു മനുഷ്യനാണ്, അവിടുന്ന് പോയിട്ട് മനസ്സുകൊണ്ട് മനുഷ്യനാവണം അല്ലേ. മനസ്സുകൊണ്ട് മനുഷ്യനാകുമ്പോഴാണ് മറ്റുള്ളവരെയും ചുറ്റുപാടുകളെയും ധർമ്മനിഷ്ഠയുണ്ടാവുക, സാംസ്കാരിക ഔന്നത്യമുണ്ടാവുക, ഈമാൻ ഉണ്ടാവുക, ഇഖ്ലാസ് ഉണ്ടാവുക, വിനയമുണ്ടാവുക, സൽസ്വഭാവിയാവുക. ശരീരം കൊണ്ട് മനുഷ്യനായാൽ അത് ഇറച്ചിപ്പീടിയെ കൊണ്ടുപോയിട്ട് മസിലും പീടിയെ കൊണ്ടുപോയിട്ട് വീർപ്പിച്ച് നിർത്താൻ കഴിയും. അതുകൊണ്ടൊരു ഉപകാരവും നമുക്കില്ല, അല്ലേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ശരീരം മരിച്ചാലും മരിക്കാത്തൊരു സാധനത്തിന്റെ പേരെന്താ അറിയോ? മനസ്സാണ് അല്ലേ. ഇവിടുന്നാണ്
നമ്മളുടെ ഈ കൂട്ടിൽ നിന്നാണ് ഇറങ്ങിപ്പോകുന്ന മനസ്സ് പൂർണ്ണ ഈമാനും പൂർണ്ണ ഇസ്ലാമും പൂർണ്ണ ഇഖ്ലാസും പൂർണ്ണ തഖ്വയും പൂർണ്ണമായ ഖുശൂഉം പൂർണ്ണമായ വിനയവും പൂർണ്ണമായ തൗഹീദും സുന്നത്തുമുള്ളതായിരിക്കണം. അതിനുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകിയ മറ്റെല്ലാ സംവിധാനങ്ങളും നമ്മൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.